ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ബ്യൂട്ടി ടിപ്സിനെ കുറിച്ചുള്ള വീഡിയോസിൽ പതിവായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഫേസ് പാക്ക് ആണുങ്ങൾക്ക് ഉപയോഗിക്കാമോ എന്നുള്ളത്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ലേഡീസിനേക്കാളും ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ജെൻസ് ആണെന്നുള്ളതാണ്. ദിവസവും മുഴുവനുള്ള അലച്ചിലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുഖത്ത് ധാരാളം അഴുക്കും പൊടിയും ഒക്കെ അടിഞ്ഞുകൂടി ചർമ്മം വല്ലാതെ ഡള്ളായി പോകാറുണ്ട്. മുഖത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കുവാനും അതേപോലെ തന്നെ കവിൾ തുടുക്കുവാനും സഹായിക്കുന്ന 3 ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ബദാം പൊടിച്ചത് 1/4 ടീസ്പൂൺ, ഓട്സ് പൊടിച്ചത് 1/4 ടീസ്പൂൺ, അതേപോലെ 1/2 സ്പൂൺ പാല്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴമ്പ് പരുവത്തിലാക്കി എടുക്കുക. ഇത് മുഖത്ത് തേക്കുന്നത് മുഖത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ചർമ്മം തുടുക്കുവാനും സഹായിക്കുന്ന കാര്യമാണ്. മുഖം വല്ലാതെ ഡള്ളായിരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് സ്കിന്നിൽ ഫോം ചെയ്തിരിക്കുന്ന നിർജീവ കോശങ്ങളാണ്, അഥവാ ഡെഡ് സ്കിന്നാണ്. ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് വെച്ചിരിക്കുക. അതിനുശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാം. ബദാം പൗഡർ ഉപയോഗിക്കുന്നതിലൂടെ ചർമ്മത്തിന് നല്ല തിളക്കവും തുടുപ്പും ഒക്കെ കിട്ടുന്നുണ്ട്. പാലിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും അതേപോലെ തന്നെ സൗന്ദര്യത്തിനൊക്കെ ഒന്നാന്തരമായിട്ടുള്ള ഒന്നാണ്. പിന്നെ പാൽ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ പിമ്പിൾസ് ഉള്ള സ്കിന്നാണെങ്കിൽ നമ്മൾ പാൽ തിളപ്പിച്ച് അതിൻ്റെ പാട മാറ്റിയതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് പച്ചപ്പാൽ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഓട്സ് മൃദുകോശങ്ങളെ നിസ്സാരമായിട്ട് അകറ്റാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സ്ക്രബിങ് അല്ലാതെ തന്നെ ഓട്സ് അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് ഡെഡ് സ്കിന്നൊക്കെ റിമൂവായി കിട്ടുന്നതാണ്. ബദാം പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ ബീട്രൂട്ട് വേവിച്ചുടച്ച് അത് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു പേസ്റ്റ് പരുവത്തിൽ നമുക്ക് ചേർക്കാം. ഇത് നമ്മൾ പതിവായിട്ട് ചെയ്യുന്നത് ഒട്ടിയ കവിൾ ഉള്ളവർക്ക് തീർച്ചയായിട്ടും നല്ല മാറ്റം കിട്ടുന്ന ഒരു കാര്യമാണ്. ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ്. പലരും പറയാറുണ്ട് പ്രസവശേഷം വല്ലാതെ ഇരുണ്ടു പോകുന്നുവെന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് പതിവായി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നിറം മാറ്റം മാറിക്കിട്ടി നല്ല നിറം കിട്ടുന്നതാണ്. അതായത് നിങ്ങളുടെ ഒറിജിനൽ നിറത്തിലേക്ക് വരുന്നതാണ്. കവിൾ തുടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഏതെങ്കിലും സമയത്ത് കുറച്ച് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്തൊരു അല്പം ഉപ്പ് ചേർക്കുക. എന്നിട്ടിത് വായിൽ കൊള്ളുക. അത് കുറച്ച് സമയം അതേപോലെ ഇങ്ങനെ കവിൾ പിടിച്ച് നിൽക്കുക. ഇതൊരു നല്ലൊരു എക്സസൈസാണ്. ഇതും ഡെയിലി ചെയ്യുക. ഇത് രണ്ടും ഒരേ സമയത്തല്ല ചെയ്യേണ്ടത്. ഫേസ് പാക്ക് ഒരു സമയത്ത് ഇടുക, അതേപോലെ നമ്മൾ ഈ പറയുന്ന വായിൽ വെള്ളം കൊള്ളുന്ന ആ ഒരു പ്രോസസ്സ് വേറൊരു ടൈമിൽ ചെയ്യുക. ഇങ്ങനെ പതിവായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നല്ല മാറ്റമുണ്ടാകും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷൻ കിട്ടാനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് ബൈ ആനി എന്നാണ്. എൻ്റെ ഫോട്ടോ തന്നെയാണ് അതിൻ്റെ പ്രൊഫൈൽ പിക്ചറായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ പേജിന് 7000 ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ലൈക്ക് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.